ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അസു സ്റ്റഡി കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിന്റെ അറബിക്കിന്റെ ഫസ്റ്റ് ടേമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലഭിക്കാനായി ഈ ചാനലിൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 5 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എന്ന് നൽകിയിരിക്കുന്ന പ്ലേലിസ്റ്റിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. 6 പ്രവർത്തനങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. ചോയ്സ് എയോ ബിയോ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1 നുക്കമ്മിലുൽ ഹിവാർ. താഴെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചു നോക്കിയിട്ട് അതിന് താഴെ നൽകിയിരിക്കുന്ന സംഭാഷണം കൂട്ടുകാരോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദഹബ ഖാലിദ് ഇലാ ബൈത്തി സ്വദീഖിഹി ജുബൈർ മസാഅൻ. വൈകുന്നേരം ഖാലിദ് അവന്റെ കൂട്ടുകാരനായ ജുബൈറിന്റെ വീട്ടിലേക്ക് പോയി. ഫവജദ ബൈതുഹു ഖരിബൻ ഫിൽ ഫയലാനാത്ത്. വെള്ളപ്പൊക്കത്തിൽ തകർന്നുപോയ ജുബൈറിന്റെ വീടാണ് ഖാലിദ് അവിടെ കണ്ടത്. അറാദ ഖാലിദ് അൻ യബ്നിയ ബൈതൻ ജദീദൻ ലി സ്വദീഖിഹി. അത് കണ്ടപ്പോൾ ഖാലിദ് എന്താണ് തീരുമാനിച്ചത്? അവന് പുതിയൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. വഫിൽ ഗദി, അങ്ങനെ പിറ്റേ ദിവസം ജലസ ഖാലിദ് ഫി സൊഫി മുഫക്കിറൻ അൻ ബിനാഇൽ ബൈത്തി. വീട് നിർമ്മിക്കുന്നതിനെ കുറിച്ചോർത്ത് ഖാലിദ് ക്ലാസ്സിൽ ഇരിക്കുകയായിരുന്നു. സഅലഹുൽ മുദർരിസ്. അപ്പോൾ അധ്യാപകൻ അവനോട് ചോദിച്ചു, മാദാ തുഫക്കിർ യാ ജുബൈർ. ജുബൈർ, നീ എന്താണ് ആലോചിക്കുന്നത്? ഫദാറ ബൈനഹു വ ബൈനൽ മുദർരിസി ഹിവാർ. അങ്ങനെ ജുബൈറും അധ്യാപകനും തമ്മിൽ ഒരു സംഭാഷണം നടന്നു. ആ സംഭാഷണമാണ് കൂട്ടുകാരോട് പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അൽ മുദർരിസ്, അധ്യാപകൻ എന്താണ് ചോദിക്കുന്നത്? ബിമ തുഫക്കിറു, നീ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഖാലിദ് എന്താണ് മറുപടി പറയുന്നത്? അഹ്താജു ഇല ഡാഷ് കബീരിൻ. എനിക്ക് വലിയ ഒരു ഡാഷ് വേണ്ടിയിരുന്നു. എന്തായിരിക്കും അവൻ കരുതിയിട്ടുണ്ടാവുക? അവന് വീട് നിർമ്മിക്കണം അല്ലേ, അതിന് വലിയ തുക വേണം എന്നായിരിക്കും അവൻ പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത്? അഹ്താജു ഇല മബ്ലഗിൻ കബീരിൻ. ഇനി അവിടെ പൂരിപ്പിക്കാൻ ആ വാക്ക് കൂട്ടുകാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ താഴെ അൽ മുദർരിസ്, അധ്യാപകൻ എന്താണ് ഖാലിദിനോട് ചോദിക്കുന്നത് എന്ന് നോക്കിയാൽ മതി. എന്താണ് അധ്യാപകൻ ഖാലിദിനോട് ചോദിക്കുന്നത്? ലിമ ഹാദൽ മബ്ലഗ്. തുക നിനക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? കണ്ടില്ലേ, അവിടെ മബ്ലഗ് എന്ന വേർഡ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് മുകളിൽ എടുത്ത് എഴുതിയാൽ മതി അല്ലേ. അധ്യാപകന്റെ ആ ചോദ്യത്തിന് എന്തായിരിക്കും ഖാലിദ് മറുപടി പറയുന്നുണ്ടാവുക? ലിബിനാഇ ഡാഷ്. ഡാഷ് നിർമ്മിക്കാൻ വേണ്ടി അല്ലേ. എന്ത് നിർമ്മിക്കാനാണ് ഖാലിദിന് അത്രയും തുക ആവശ്യമായിട്ടുള്ളത്? ഒരു പുതിയ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് എഴുതി ചേർക്കേണ്ടത്? ലിബിനാഇ ബൈത്തിൻ ജദീദിൻ. എനിക്ക് ഒരു പുതിയ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുദർരിസ്, എന്താണ് അധ്യാപകൻ ചോദിക്കുന്നത്? ലിമൻ, ആർക്ക് വേണ്ടിയിട്ടാണ്? അപ്പോൾ ഖാലിദ് എന്താണ് മറുപടി പറയുക? ലി ജുബൈർ, ജുബൈറിന് വേണ്ടിയിട്ടാണ് അല്ലേ. അതാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്. പിന്നെ എന്താണ് പറയുന്നത്? ഖരിബ ബൈതുഹു, അവന്റെ വീട് തകർന്നു പോയി. അപ്പോൾ അൽ മുദർരിസ്, എന്താണ് അധ്യാപകൻ ചോദിക്കുന്നത്? കൈഫ, എങ്ങനെയാണ്? എങ്ങനെയായിരുന്നു ജുബൈറിന്റെ വീട് തകർന്നു പോയിരുന്നത്? വെള്ളപ്പൊക്കത്തിലായിരുന്നു അല്ലേ. ഖാലിദ് മറുപടി പറയുന്നിടത്ത് എന്താണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്? ഫിൽ ഫയലാനാത്ത്, വെള്ളപ്പൊക്കത്തിലാണ്. അപ്പോൾ അൽ മുദർരിസ്, അധ്യാപകൻ എന്താണ് പറയുന്നത്? ലാ തഹസൻ, വിഷമിക്കേണ്ട. സനജ്മഉൽ മബ്ലഗ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചാൽ നമ്മൾക്ക് ഒരുമിച്ച് ആ തുക സ്വരൂപിക്കാം. അപ്പോൾ ഖാലിദ് എന്തായിരിക്കും മറുപടി പറയുക? ശുക്രൻ, താങ്ക് യു എന്ന് പറയും അല്ലേ. ഇനി ആക്ടിവിറ്റി 2 നോക്കാം. നുകമ്മിലുൽ ജുമല ബിസ്തിഖ്ദാമി ഹർഫിൽ ജർരി കമാ ഫിൽ മിസാൽ. മാതൃകയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ജറിന്റെ ഹർഫുകൾ ഉപയോഗിച്ച് താഴെ നൽകിയിരിക്കുന്ന വാക്യങ്ങൾ കൂട്ടുകാരോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹുറൂഫുൽ ജർറ് എന്നാൽ എന്താണ്? ഒരു വാക്കിനെ ബന്ധിപ്പിക്കുന്ന പദങ്ങളെയാണ് ഹുറൂഫുൽ ജർറ് എന്ന് പറയുന്നത് അല്ലേ. ഉദാഹരണം എന്താണ് നൽകിയിരിക്കുന്നത്? അൽ ബബഗാഉ ഫിൽ ഖഫസി. തത്ത കൂട്ടിലാണ് അല്ലേ. ഇവിടെ 2 വാക്കുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന പദം ഏതാണ്? ഫി ആണ് അല്ലേ, ഇൽ. ഇനി അതുപോലെ ബാക്കിയുള്ളവ കൂട്ടുകാരോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് എന്താണ്? യർജിഉ ദാരിസു ഡാഷ് അൽ മദ്രസത്തി ഇലൽ ബൈത്തി. വിദ്യാർത്ഥി മദ്രസ വീട്ടിലേക്ക് മടങ്ങി. എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? വിദ്യാർത്ഥി മദ്രസയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി എന്നാണ് അല്ലേ. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട ജർ ഏതാണ്? മിന ആണ്.
ഇനി രണ്ടാമത്തേത് എന്താണ്? തർഫഉ ത്വാഇറത ഡാഷ് അൽ മദ്രജി. വിമാനം റൺവേ ഉയരുന്നു. എന്താണ് നമ്മൾ അവിടെ പറയേണ്ടത്? വിമാനം റൺവേയിൽ നിന്നും ഉയരുന്നു എന്നാണ് അല്ലേ. നിന്നും എന്നതിന്റെ അറബി പദം എന്താണ്? മിന ആണ് അല്ലേ. അവിടെയും നമ്മൾ മിന ആണ് ചേർക്കേണ്ടത്. ഇനി തേർഡ് വൺ എന്താണ്? യജ്ലിസുൽ ഗുറാബു ഡാഷ് അഷ്ജറ. കാക്ക മരം ഇരിക്കുന്നു. എന്താണ് നമ്മൾ അവിടെ എഴുതേണ്ടത്? കാക്ക മരത്തിന്മേൽ ഇരിക്കുന്നു എന്നാണ് അല്ലേ. മേൽ എന്നതിന്റെ അറബി പദം എന്തായിരുന്നു? അല ആണ് അല്ലേ. ഇനി ഫോർത്ത് വൺ എന്താണ്? തഖൂമുൽ മുദർരിസത്തു ഡാഷ് അസ്സോഫി. അധ്യാപിക ക്ലാസ് നിൽക്കുന്നു അല്ലേ. എങ്ങനെയാണ് നമ്മൾ അവിടെ പറയേണ്ടത്? അധ്യാപിക ക്ലാസ്സിൽ നിൽക്കുന്നു എന്നാണ് അല്ലേ. ഇൽ എന്നതിന്റെ അറബി പദം എന്താണ്? ഫി ആണ്. ഇനി ഫിഫ്ത്ത് വൺ എന്താണ്? അൽ ഖലമു ഡാഷ് അത്വാവില. മേശ പേനയുണ്ട്. എന്താണ് നമ്മൾ അവിടെ പറയേണ്ടത്? മേശമേൽ പേനയുണ്ട് എന്നാണ് അല്ലേ. മേൽ എന്നതിന്റെ അറബി പദം എന്താണ്? അല ആണ്. ഇനി ആക്ടിവിറ്റി 3 നോക്കാം. ആക്ടിവിറ്റി 3 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, എയും ബിയും. അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം കൂട്ടുകാർ ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 3 എ ക്വസ്റ്റ്യൻ നോക്കാം. നുലാഹിലുൽ ലൗഹാതി വനസ്തഖരിജു മിൻഹാ മാ യുനാസിബു ബിൽ മുഹാഫലതി അലൽ മാഇ. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും വെള്ളം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബോർഡുകൾ കൂട്ടുകാരോട് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് എന്താണ്? അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. മദ്യം തിന്മയുടെ മാതാവാണ്. അത് വെള്ളം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബോർഡല്ല അല്ലേ. ഇനി രണ്ടാമത്തേത് എന്താണ്? ഹാഫിലു അലൻ നലാഫ. ശുചിത്വം പാലിക്കുക. അത് വെള്ളം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാടല്ല അല്ലേ. ഇനി മൂന്നാമത്തേത് എന്താണ്? ലാ ഹയാത്ത ബിലാ മാഇൻ. വെള്ളമില്ലാതെ ജീവനില്ല. അത് വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള കാടാണ് അല്ലേ. അത് നമ്മൾക്ക് സെലക്ട് ചെയ്യാം. ഇനി അടുത്തത് എന്താണ്? ഖത്രത്തുൽ മാഇ ഹയാത്തുൻ. വെള്ളത്തുള്ളി ജീവനാണ്. അത് വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള കാടാണ്. അതും നമ്മൾക്ക് സെലക്ട് ചെയ്യാം. ഇനി അടുത്തത് എന്താണ്? യൗമുൽ ഇസ്തിഖ്ലാലി യൗമുൻ സഈദുൻ. സ്വാതന്ത്ര്യദിനം സന്തോഷത്തിന്റെ ദിനമാണ്. അത് വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള കാടല്ല. ഇനി അടുത്തത് എന്താണ്? അൽ മാഉ നിഅമത്തും മിനല്ലാഹ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്നുള്ളതാണ് വെള്ളം. അത് വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള കാടാണ് അല്ലേ. അത് നമ്മൾക്ക് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? അൽ മാഉ അസാസുൽ ഹയാത്ത്. വെള്ളം ജീവന്റെ അടിസ്ഥാനമാണ്. അത് വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള കാടാണ് അല്ലേ. അതും നമ്മൾക്ക് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? ഖുലിൽ ഹഖു വലൗ കാന മുർറൻ. എത്ര കയ്പുള്ളതായാലും സത്യം മാത്രം പറയുക. അത് വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള കാടല്ല. ഇനി അടുത്തത് എന്താണ്? അൽ അഖ്ലു സലീമു ഫിൽ ജിസ്മി സലീം. ആരോഗ്യകരമായ ശരീരത്തിലാണ് ആരോഗ്യകരമായ മനസ്സുള്ളത്. അത് വെള്ളവുമായി ബന്ധപ്പെട്ടുള്ളതല്ല. നെക്സ്റ്റ് എന്താണ്? കുല്ലു ഹയ്യിൻ മിനൽ മാഇ. എല്ലാ ജീവനും വെള്ളത്തിൽ നിന്നാണ്. അത് വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള കാടാണ് അല്ലേ. അതും നമ്മൾക്ക് സെലക്ട് ചെയ്യാം. ഇനി ഈ പ്രവർത്തനം അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രവർത്തനം കൂട്ടുകാർക്ക് ചെയ്യാം. എന്താണ്? നഖ്റ തസ്രീഹാത്തി താലിയ വനഖ്താറു സുത്തൂറൻ മുനാസിബത്തൻ മിനൽ മൻലൂമി വനക്തുബുഹ. താഴെ നൽകിയിരിക്കുന്ന സെന്റൻസുകൾ വായിച്ചു നോക്കിയിട്ട് അതിന് താഴെ നൽകിയിരിക്കുന്ന കവിതയിൽ നിന്നും ഈ സെന്റൻസുകൾക്ക് അനുയോജ്യമായിട്ടുള്ള വരികൾ കണ്ടെത്തി തെരഞ്ഞെടുത്ത് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സെന്റൻസ് എന്താണ് നൽകിയിരിക്കുന്നത്? ഇസ്രാഫുൽ മിയാഹി ഹറാമുൻ. വെള്ളം അമിതമായി ഉപയോഗിക്കുന്നത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അർത്ഥം വരുന്ന കവിതയിലെ വരി ഏതാണ്? അവസാനത്തെ വരിയാണ് അല്ലേ. തബ്ദീറുഹു ഹറാമുൻ വഹഫ്ലുഹു സലാമുൻ. ഇത് കണ്ടെത്താനുള്ള എളുപ്പമാർഗം എന്താണ്? സെന്റൻസിലുള്ള ഏതെങ്കിലും ഒരു വാക്ക് കവിതയിലെ വരിയിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ തന്നെ കൂട്ടുകാർക്ക് വരി എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഇനി രണ്ടാമത്തെ സെന്റൻസ് എന്താണ്? അസ്സുഹൂറു തൻമു ബിൽ മാഇ. വെള്ളം കൊണ്ട് പൂക്കൾ വളരുന്നു. ആ അർത്ഥം വരുന്ന കവിതയിലെ വരി ഏതാണ്? മൂന്നാമത്തെ വരിയാണ് അല്ലേ. തഹിയ ബിഹി സുഹൂറു വമിസ്ലുഹ തുയൂറു. ഇനി മൂന്നാമത്തെ സെന്റൻസ് എന്താണ്? അൽ മാഉ മിസ്ല റൂഹി ഫിൽ അബ്ദാൻ. ശരീരങ്ങളിൽ ആത്മാവ് പോലെയാണ് വെള്ളം. ആ അർത്ഥം വരുന്ന കവിതയിലെ വരി ഏതാണ്? രണ്ടാമത്തെ വരിയാണ് അല്ലേ. അൽ മാഉ ഫിൽ ബിലാദി കറൂഹി ഫിൽ അജ്സാദി. ഇനി നാലാമത്തെ സെന്റൻസ് എന്താണ്? അൽ മാഉ കദ്ദവാ. വെള്ളം മരുന്നു പോലെയാണ് അല്ലേ. ഈ അർത്ഥം വരുന്ന കവിതയിലെ വരി ഏതാണ്? ഒന്നാമത് കാണിച്ചിരിക്കുന്ന വരിയാണ്. അൽ മാഉ സുമ്മൽ മാഉ വമിസ്ലുഹു ദവാ.
ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നൽകിയിരിക്കുന്നത്? മാ ജംഉ കലിമത്തു ത്വാഇർ. ത്വാഇർ എന്നതിന്റെ ബഹുവചനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. തുയൂറുൻ, മത്വാറുൻ, ത്വാഇറത്തുൻ. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? തുയൂറുനാണ് അല്ലേ. മത്വാറുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിമാനത്താവളമാണ്. ത്വാഇറത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിമാനമാണ്. ഇനി ആക്ടിവിറ്റി 4 നോക്കാം. ആക്ടിവിറ്റി 4ലും എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. കൂട്ടുകാർക്ക് അറിയുന്ന ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 4ലെ എ ക്വസ്റ്റ്യൻ നോക്കാം. നുലാഹിലുൽ മഷ്ഹദ വനഇദു ബയാനൻ അൻഹു. താഴെ നൽകിയിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് അതിന് അനുയോജ്യമായ ഒരു ചെറിയ പാരഗ്രാഫ് തയ്യാറാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്? ഒരു വിമാനത്താവളത്തിന്റെ ചിത്രമാണ് അല്ലേ. ഒരു കുടുംബം വിമാനത്താവളത്തിൽ ഇരിക്കുകയാണ്. ഒരു വിമാനം പുറകിലൂടെ പറന്നു പൊങ്ങുന്നുണ്ട്. പൈലറ്റിനെ കാണാം, എയർ ഹോസ്റ്റസിനെ കാണാം അല്ലേ. ഇവിടെ കൂട്ടുകാർക്ക് കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട്. ത്വാഇറത്തുൻ എന്നാൽ എന്താണ്? വിമാനമാണ് അല്ലേ. തൊയ്യാറുൻ എന്നാൽ എന്താണ്? പൈലറ്റ് ആണ്. മദ്രജ് എന്നാൽ എന്താണ്? റൺവേ ആണ്. മുലീഫത്തു ത്വാഇറ എന്നാൽ എന്താണ്? എയർ ഹോസ്റ്റസ് ആണ്. ജവാസു സഫർ എന്നാൽ എന്താണ്? പാസ്പോർട്ട് ആണ്. ഇനി നമ്മൾക്ക് ഒരു ചെറിയ പാരഗ്രാഫ് എഴുതി നോക്കാം. ഹാദ മത്വാറുൻ. ഇത് ഒരു വിമാനത്താവളമാണ്. ഫിൽ മത്വാരി ഡാഷ്. വിമാനത്താവളത്തിൽ ഡാഷ്. ഇനി ബാക്കിയാണ് കൂട്ടുകാർക്ക് എഴുതേണ്ടത്. എന്ത് നമ്മൾക്ക് എഴുതാം? ഫിൽ മത്വാരി ഉസ്റത്തുൻ. വിമാനത്താവളത്തിൽ ഒരു കുടുംബമുണ്ട് അല്ലേ. പിന്നെ എന്തെഴുതാം? വറാ അൽ ഉസ്റത്തി തൊയ്യാറുൻ വ മുലീഫത്തു ത്വായിറ. കുടുംബത്തിന് പുറകിൽ ഒരു പൈലറ്റും ഒരു എയർ ഹോസ്റ്റസും ഉണ്ട്. പിന്നെയോ തുഖലിയു ത്വായിറ മിനൽ മദ്രജി. വിമാനം റൺവേയിൽ നിന്നും ഉയർന്നു പൊങ്ങുന്നു. ഫി യദി തുഫ്ലി ജവാസ് സഫർ. കുട്ടിയുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്. പിന്നെയോ അൽ ഉസ്റത്തു മുസാഫിറത്തു ഇല ബലദിൻ ആഖിർ. കുടുംബം മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഇനി ആക്ടിവിറ്റി 4ലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. നുകമ്മിലുൽ ജുമല. താഴെ നൽകിയിരിക്കുന്ന സെന്റൻസ് കൂട്ടുകാരോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അൽ മിസാൽ. ഒരു മാതൃക കൂട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. എന്താണ്? ഡാഷ് അൽ വലതു അൽ അസ്നാന. എന്താണ് കൂട്ടുകാർ ചിത്രത്തിൽ കാണുന്നത്? കുട്ടി പല്ലുകൾ വൃത്തിയാക്കുകയാണ് അല്ലേ. എങ്ങനെയാണ് അവിടെ നൽകിയിരിക്കുന്നത്? യുനല്ലിഫുൽ വലതു അൽ അസ്നാന. ഇനി നമ്മൾക്ക് ബാക്കി നൽകിയിരിക്കുന്നവ പൂരിപ്പിച്ചു നോക്കാം. ഒന്നാമത്തേത് എന്താണ്? ഡാഷ് അൽ ബിന്തു അൽ ഹലീബ. ചിത്രത്തിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്? പെൺകുട്ടി പാൽ കുടിക്കുകയാണ് അല്ലേ. കുടിക്കുക എന്നതിന് എന്താണ് പറയുന്നത്? യശ്രിബു എന്നാണ് അല്ലേ. ഇവിടെ പെൺകുട്ടി ആയതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? തശ്രിബുൽ ബിന്തു അൽ ഹലീബ എന്നാണ് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തേത് എന്താണ്? യസ്ഖി ഡാഷ് അശ്ശത്തില. ചെടി നനയ്ക്കുന്നു അല്ലേ. ആരാണ് ഇവിടെ ചെടി നനയ്ക്കുന്നത്? ആൺകുട്ടിയാണ് അല്ലേ. എന്താണ് നമ്മൾ അവിടെ എഴുതേണ്ടത്? യസ്ഖിൽ വലതു അശ്ശത്തില. ഇനി മൂന്നാമത്തെ സെന്റൻസ് എന്താണ് നൽകിയിരിക്കുന്നത്? തദ്ഹബു ഡാഷ് ഇലൽ മദ്രസ. ചിത്രത്തിൽ ആരാണ് സ്കൂളിലേക്ക് പോകുന്നത്? ഒരു പെൺകുട്ടിയാണ് അല്ലേ. പെൺകുട്ടിക്ക് നമ്മൾ എന്താണ് അറബിയിൽ പഠിച്ചിരിക്കുന്നത്? ബിന്ത് അല്ലേ. എങ്ങനെയാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? തദ്ഹബുൽ ബിന്തു ഇലൽ മദ്രസ. ഇനി നാലാമത്തേത് എന്താണ് നൽകിയിരിക്കുന്നത്? ഡാഷ് അൻവർ അൽ യദ. അൻവർ കൈകൾ എന്താണ് ചെയ്യുന്നത്? കൂട്ടുകാർ എന്താണ് ചിത്രത്തിൽ കാണുന്നത്? അൻവർ തന്റെ കൈകൾ കഴുകുകയാണ് അല്ലേ. എന്താണ് നമ്മൾ അവിടെ പറയേണ്ടത്? കഴുകുക എന്നതിന്റെ അറബി വാക്ക് എന്താണ്? ഗസല എന്നാണ് അല്ലേ. ഇവിടെ ആൺകുട്ടിയാണ് കഴുകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? യഗസിലു എന്നാണ് അല്ലേ. ഇനി അഞ്ചാമത്തെ സെന്റൻസ് എന്താണ്? ഡാഷ് അൽ ഉമ്മു അൽ ജരീദ. ഉമ്മ പത്രം എന്താണ് ചെയ്യുന്നത്? എന്താണ് കൂട്ടുകാർ ചിത്രത്തിൽ കാണുന്നത്? ഉമ്മ പത്രം വായിക്കുകയാണ് അല്ലേ. വായിക്കുക എന്നതിന്റെ അറബി വേർഡ് എന്താണ്? ഖറഅ എന്നാണ് അല്ലേ. ഇവിടെ ഉമ്മ സ്ത്രീ ആയതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? തഖറഉ എന്നാണ് പറയേണ്ടത്. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം. നുലാഹിലു വനക്തുബു കമാഫിൽ മിസാൽ. മാതൃകയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നോക്കി മറ്റുള്ളവ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് മാതൃകയായി നൽകിയിരിക്കുന്നത്? ദാരിസു അൽ കിതാബ. വിദ്യാർത്ഥി പുസ്തകം വായിച്ചു. ഇനി അതിനെ എങ്ങനെയാണ് മാറ്റി എഴുതിയിരിക്കുന്നത്? ഖറഅതുൽ കിതാബ. ഞാൻ പുസ്തകം വായിച്ചു. ഇനി ഇതേപോലെ ബാക്കിയുള്ളവ പൂരിപ്പിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് എന്താണ്? ഖറജത് ഖദീജത്തു മിനൽ ബൈത്തി. ഖദീജ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. അതിനെ ഡാഷ് മിനൽ ബൈത്തി. ഞാൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടു എന്ന് മാറ്റി എഴുതണം. എങ്ങനെയാണ്? ഖറജ്തു മിനൽ ബൈത്തി.
ഇനി സെക്കൻഡ് വൺ, നല്ലഫ സൽമാനു അസ്സൊഫ. സൽമാൻ ക്ലാസ് വൃത്തിയാക്കി. അതിനെ എങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത്? ഡാഷ് അസ്സൊഫ. ഞാൻ ക്ലാസ് വൃത്തിയാക്കി എന്ന് മാറ്റി എഴുതണം. എങ്ങനെയാണ്? നല്ലഫ്തു സൊഫ. ഇനി തേർഡ് വൺ, ലഅബ ത്വാലിബു ഫിൽ മൈദാൻ. കുട്ടി പ്ലേ ഗ്രൗണ്ടിൽ വെച്ച് കളിച്ചു. എങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത്? ഞാൻ കളിസ്ഥലത്ത് കളിച്ചു. എങ്ങനെയാണ്? ലഅബ്തു ഫിൽ മൈദാൻ. ഇനി നാലാമത്തേത് എന്താണ്? സാറത്തിൽ ബിന്തു അൽ ഹദീഖത. പെൺകുട്ടി പൂന്തോട്ടം സന്ദർശിച്ചു. അതിനെ എങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത്? ഡാഷ് അൽ ഹദീഖത. ഞാൻ പൂന്തോട്ടം സന്ദർശിച്ചു എന്ന് മാറ്റി എഴുതണം അല്ലേ? എങ്ങനെയാണ്? സുർത്തുൽ ഹദീഖത. ഇനി അഞ്ചാമത്തേത് എന്താണ്? ജലസത്തിൽ ഉമ്മു അലൽ കുർസിയെ. ഉമ്മ കസേരമേൽ ഇരുന്നു. ഇതിനെ എങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത്? ഡാഷ് അലൽ കുർസിയെ. ഞാൻ കസേരമേൽ ഇരുന്നു. എങ്ങനെയാണ്? ജലസ്തു അലൽ കുർസിയെ. ഇനി ആക്ടിവിറ്റി 6 നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നഖറോൽ ഖിസ്സ വനജീബു അനിൽ അസ്ഇല. താഴെ ഒരു ചെറിയ കഥയാണ് നൽകിയിരിക്കുന്നത്. എന്നിട്ട് അത് വായിച്ചു നോക്കിയിട്ട് അതിന് താഴെ കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് ആൻസർ ചെയ്യാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ചിത്രം കാണുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് കഥ എന്താണെന്ന് പിടികിട്ടിയിട്ടുണ്ടാവും അല്ലേ? കൂട്ടുകാരുടെ ചെറുപ്പത്തിൽ ഒരുപാട് കേട്ട കഥയാണ് അല്ലേ? ദാത്തയോമിൻ ഖതഫ ഖുറാബുൻ ഖുബ്സൻ. ഒരു ദിവസം ഒരു കാക്ക ഒരു അപ്പകഷ്ണം കൊത്തിയെടുത്ത് പറന്നു. വ ജലസ അല ഉസ്നി ഷജറ. എന്നിട്ട് പറന്നു പോയിട്ട് എവിടെയാണ് ഇരുന്നത്? ഒരു മരക്കൊമ്പിൽ ഇരുന്നു. ബഅദ ഖലീലിൻ മറ സഅലബുൻ ബിജാനിബി ഷജറ. കുറച്ചു സമയങ്ങൾക്ക് ശേഷം ഒരു കുറുക്കൻ ആ മരത്തിന്റെ അരികിലൂടെ കടന്നുപോയി. റഅ സഅലബു അൽ ഖുറാബ. അങ്ങനെ കുറുക്കൻ ആരെ കണ്ടു? കാക്കയെ കണ്ടു. ഫക്കറ സഅലബു ഫീ ഹീലത്തിൻ. അങ്ങനെ കുറുക്കൻ ഒരു സൂത്രം ആലോചിച്ചു. ഖാലലിൽ ഒറാബി. എന്നിട്ട് കാക്കയോട് പറഞ്ഞു, സ്വദീഖി കൂട്ടുകാരാ, മാ അജ്മല സൗത്തുക. നിന്റെ ശബ്ദം എന്ത് മനോഹരമാണ്. ഇനി നമ്മൾക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഐന ജലസൽ ഖുറാബോ. കാക്ക എവിടെയാണ് ഇരുന്നത്? എവിടെയായിരുന്നു? മരക്കൊമ്പിലായിരുന്നു അല്ലേ? എന്താണ് നമ്മൾ അവിടെ എഴുതേണ്ടത്? അല ഉസ്നി ഷജറ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? മാതാ ഖതഫൽ ഖുറാബോ. കാക്ക എന്താണ് തട്ടിയെടുത്തു കൊണ്ടുപോയത്? എന്തായിരുന്നു? ഖുബ്സൻ, അപ്പകഷ്ണമായിരുന്നു അല്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? സ്വദീഖി മാ അജ്മല സൗതക മൻ ഖാല ഹാദ. കൂട്ടുകാരാ, നിന്റെ ശബ്ദം എത്ര മനോഹരമാണ്. ഇത് ആരാണ് പറഞ്ഞത്? ആരായിരുന്നു? സഅലബായിരുന്നു അല്ലേ? കുറുക്കനായിരുന്നു. ഇനി നാലാമത്തെ ചോദ്യം എന്താണ്? ആഴ്സ്വാനുൻ മുഫ്രദുഹു ഡാഷ്. ആഴ്സ്വാനുൻ എന്നതിന്റെ ഏകവചനം എന്താണെന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഏകവചനമാണ് നമ്മുടെ പാരഗ്രാഫിലുള്ളത്. ഏതാണ്? അഴ്സനാണ് അല്ലേ? ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണ്? നക്തുബു ഒൻവാനൻ ലിഹാദിഹിൽ ഖിസ്സ. ഈ കഥയ്ക്ക് ഉചിതമായ ഒരു തലക്കെട്ട് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്ത് നമ്മൾക്ക് എഴുതാം? ഹീലത്തു സഅലബ്, കുറുക്കന്റെ കൗശലം എന്നോ അല്ലെങ്കിൽ അസ്സഅലബു വൽ ഒറാബ്, കുറുക്കനും കാക്കയും എന്നോ കൂട്ടുകാർക്ക് എഴുതാം. നസ്തഖറിജു മിനൽ ഖിസ്വതി അൽ അഫ്ആലൽ മാളിയ കമാ ഫിൽ മിസാൽ. മാതൃകയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കഥയിൽ നിന്നും പാസ്റ്റ് ടെൻസ് കണ്ടെത്തി എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. പാസ്റ്റ് ടെൻസ് എന്താണ്? കഴിഞ്ഞു പോയ കാര്യങ്ങൾ അല്ലേ? എന്താണ് മാതൃകയായി നൽകിയിരിക്കുന്നത്? ഖതഫ, തട്ടിയെടുത്തു കൊണ്ടുപോയി അല്ലേ? ഇതേപോലെ മറ്റേതെല്ലാം പാസ്റ്റ് ടെൻസ് പാരഗ്രാഫിലുണ്ട്? ജലസ, ഇരുന്നു. മറ, കടന്നുപോയി. റഅ, കണ്ടു. ഫക്കറ, ഓർത്തു. ഖാല, പറഞ്ഞു. എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെന്റ് ആൻഡ് ഷെയർ.